അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഉഹുദ് യുദ്ധം നടക്കുന്ന സന്ദർഭം. ഉഹുദ് യുദ്ധത്തിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് മുത്തനബിയുടെ സ്വഹാബാക്കളെ കൂട്ടത്തിലെ ഹൻദല റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ അടുത്തായിട്ട് വിവാഹം കഴിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തൻ്റെ വീട്ടിലായിരുന്നു. തൻ്റെ ഭാര്യയോട് ബന്ധപ്പെട്ട് ജനാബത്തിലായിരിക്കെ അപ്പോഴാണ് മുത്തുനബിയും സ്വഹാബാക്കളൊക്കെയും യുദ്ധത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിഷയം ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹുവിനിക്ക് ആ വിവരം കിട്ടുന്നത്. പക്ഷേ പിന്നെ അവിടെ ഒന്നും നോക്കിയില്ല. നോക്കണം, സ്വഹാബാക്കളുടെ എന്തൊരു ഈമാനാണ്. തൻ്റെ ഭാര്യയെ കൂടെ വീട്ടിലിരിക്കുന്ന ആ സന്ദർഭം, മുത്തനബിയും സ്വഹാബാക്കൾ ഉഹുദ് യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഹൻദല റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഓടുകയാണ്. ജനാബത്തുകാരനായിരിക്കെ കുളിക്കാൻ പോലും നിന്നിട്ടില്ല. പോവുക, മുത്തനബിയെ പിന്നാലൊന്ന് യുദ്ധത്തിലേക്ക് ജിഹാദിന് പോവുക. അതാണ് ഹൻദല റളിയല്ലാഹു അൻഹു അവിടെ ചിന്തിച്ചത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖളാഅ് പ്രകാരം ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു തന്നിലാകുന്ന രീതിയിൽ ആ ഉഹുദ് യുദ്ധത്തിൽ നല്ല പോരാടുകയും ധീരത കാണിക്കുകയും അവസാനം അള്ളാഹുവിൻ്റെ ഖളാഅ് എന്ന രീതിയിൽ അതേ ബഹുമാനപ്പെട്ടവർ ആ ഉഹുദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ടവർ ഷഹീദാവുകയാണ്. അങ്ങനെ ഷഹീദായപ്പോൾ മുത്തുനബിയും സ്വഹാബാക്കളൊക്കെയും ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്, ആരെല്ലാം സ്വഹാബാക്കളൊക്കെ ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആരെല്ലാം ഷഹീദായിട്ടുണ്ട് എന്നിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹുവിനെ കണ്ടത്. വളരെ ബേജാറായിപ്പോയി മുത്തുനബിക്കും സ്വഹാബാക്കൾക്കും. പക്ഷേ അതുമാത്രമല്ല, അവർ അവിടെ ഒരു അത്ഭുതം കണ്ടു. കാരണം മലായിക്യങ്ങൾ വന്നുകൊണ്ട് ഹൻദല റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ വളരെ ഒന്നും കൂടി കൗതുകമായി. ഷഹീദായാൽ കുളിപ്പിക്കലില്ലല്ലോ, അവരൊന്നും ചെയ്യലില്ല. പെട്ടെന്ന് അവർക്ക് ഉറപ്പല്ലേ സ്വർഗമെന്നുള്ളത്, പിന്നെ എന്തിനാണ് അവർക്ക് കുളിപ്പിക്കുക, അവർക്ക് നിസ്കരിക്കുക? അവനൊന്നുമില്ലല്ലോ, ഷഹീദിൻ്റെ വിധി അങ്ങനെയല്ലേ. പക്ഷെ എന്നാലും ഹൻദല റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി കുളിപ്പിച്ചതായ ഒരു അടയാളങ്ങൾ കണ്ടപ്പോൾ സ്വഹാബാക്കൾക്കും മുത്തനബിക്കൊക്കെ കൗതുകം തോന്നി. അങ്ങനെയാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, അതേ ഇന്നലെ അതേ ഉഹുദ് യുദ്ധത്തിലേക്ക് വരുമ്പോഴേക്ക് ഹൻദല റളിയല്ലാഹു അൻഹു ജനാബത്തുകാരനായിരുന്നു. ആ ജനാബത്ത് കുലിയാണ് മലായിക്യങ്ങൾ കുലിപ്പിച്ചത് എന്നും മഹാന്മാർ പറയുന്നു. അങ്ങനെ അതോടുകൂടെ ബഹുമാനപ്പെട്ടവർ ഒരു സ്ഥാനം പേരും കൂടി കിട്ടി, ഗസീലുൽ മലായിക. അതേ മലായിക്യങ്ങൾ ജനാബത്ത് കുലിപ്പിച്ച ഹൻദല റളിയല്ലാഹു അൻഹുവെന്നും മഹാന്മാർ പറയുന്നത് കാണാം. നിങ്ങൾക്ക് എന്തൊരു അത്ഭുതമാണ്, എന്തൊരു ചരിത്രമാണ്. വളരെ കൗതുകത്തോടു കൂടെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഈ ദീനിന് വേണ്ടി എത്രമാത്രം ത്യാഗം ചെയ്തു. അപ്പോൾ അതൊന്നും അത്തരത്തിലൊരു കഷ്ടപ്പാട് നമുക്കില്ലെങ്കിലും ഒരു നല്ലൊരു ഇബാദത്ത് ചെയ്യുന്നവരെങ്കിലും നമ്മളാകണ്ടേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കലും അത് ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.